പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂൺ മാസം 12-ാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്പസമയം കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രി കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഒന്ന് ഓർത്ത് നോക്കി. എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തിയത്, എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് കർത്താവ് നടത്തിയത്. ആ പോയ പകൽക്കാലത്തിനായിട്ട് അമേൻ. നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നെ നമ്മളെ അനുഗ്രഹിച്ചില്ലേ? അതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, കർത്താവേ, കഴിഞ്ഞ രാത്രികാലം നല്ല ഉറക്കം തന്നതിന് സ്തോത്രം സ്തോത്രം അപ്പാ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ച ദൈവത്തിന് നമുക്ക് ഈ പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവകൃപയല്ലേ നമ്മൾ ഉണർന്നത്? ദൈവത്തിൻ്റെ കരുണയല്ലേ നമ്മളെ ഉണർത്തിയത്? ആമേൻ. സ്തോത്രം. നമ്മൾ ഉണർന്നെന്നല്ല, കർത്താവ് നമ്മളെ ഉണർത്തുകയായിരുന്നു. അതിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും കൃപകൾക്കും ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം, കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം. യഹോവ ജൈറ, ഞങ്ങളുടെ കരുതുന്ന ദൈവം ഞങ്ങളുടെ കൂടെയുള്ളതിന് സ്തോത്രം. യഹോവ റാഫ, ഞങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവം, ഞങ്ങളുടെ വൈദ്യനായവൻ ഞങ്ങളുടെ കൂടെയുള്ളതിന് സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. 111-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നത്, അവൻ യഹോവയെ സ്തുതിപ്പീൻ, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. അപ്പം നമ്മൾ കർത്താവിന് എന്ത് ചെയ്താലും അത് പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യണം, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ചെയ്യണം. ആമേൻ. 10-ാമത്തെ വാക്യം, കർത്താവ് തൻ്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ചു, തൻ്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കും. കർത്താവിൻ്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച് ഏകാഗ്രതയോടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് പകർന്നു കൊടുക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ആമേൻ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ഞങ്ങളുടെ പിതാവ്, അങ്ങ് പറഞ്ഞു, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ ഉത്തരമല്ല. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വലിയ ഗ്ലോറി ദൈവസഭയ്ക്കകത്ത് ദൈവമക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ, നിരാശപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ, തളർന്നിരിക്കുന്ന വിഷയങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഇന്ന് പകൽ ദൈവിക അത്ഭുതം അവരുടെ ജീവിതത്തിൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കോവിഡൊക്കെ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. കുടുംബജീവിതത്തിൽ ദൈവിക സമാധാനമുണ്ടാകട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കളെ അങ്ങ് കരുതുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് അത്ഭുതകരമായി സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം. ഭയങ്കര അസിഡിറ്റി മുഖാന്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. അതുപോലെ കർത്താവേ, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പാൻക്രിയാസിനകത്ത് ബുദ്ധിമുട്ടുണ്ടായി, പാൻക്രിയാസിന് രോഗം വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ലിവർ സിറോസിസും സൗഖ്യമാകട്ടെ. ആമേൻ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി തന്നെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിനകത്ത് ഇപ്പോൾ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അവർക്ക് തക്ക സമയത്ത് അഡ്മിഷൻ കൊടുത്ത് ദൈവം അവരെ മാനിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. അവരുടെ ആവശ്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കൃപയും വലിയ സമാധാനവും ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ ആമേൻ. ബെഡ് റിഡനായി കിടക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളുകളായി ബെഡ് റിഡനായി ബെഡ് സോറുകളൊക്കെ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കൈ അവരുടെ മേൽ വെക്കണമേ. ദൈവശക്തി അവരുടെ മേൽ വ്യാപരിക്കണമേ. ഒരു മഹത്വം അവരുടെ മേൽ ഇറങ്ങണമേ. കർത്താവെ, ആ കിടക്കയെ മാറ്റിവിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അവർ എഴുന്നേൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ ഇരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ നിൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ നടക്കട്ടെ. ആ ബെഡ് സോറുകളൊക്കെ വിട്ട് സ്വതന്ത്രമായി അവർക്ക് നടക്കുവാൻ ദൈവം കൃപ ചെയ്യുന്നതിനായി സ്തോത്രം. അങ്ങനെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.
അതുപോലെ കർത്താവിൽ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസന്മാരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവരെ അനുഗ്രഹിക്കണം, അവരെ ആദരിക്കണം, മാനിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ നാളത്തെ സഭായോഗത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളത്തെ സഭായോഗം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാകണമേ. അസാധാരണമായ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ, ആത്മപകർച്ച അനുഭവിപ്പാൻ നാളത്തെ സഭായോഗത്തിൽ കർത്താവ് ഇടവരുത്തുന്നതിന് സ്തോത്രം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നാളെ കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം രാവിലെ 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും, അല്ലെങ്കിൽ 8:15 ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം കേട്ടോ. സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കരുത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 32-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. ആക്സ് 20:32. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. അപ്പം ദൈവവചനത്തെക്കുറിച്ചാണ് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. നമ്മൾ വെറുതെ ദൈവവചനം വായിക്കരുത്. ദൈവവചനം എന്ന് പറയുന്നത് ജീവിക്കുന്ന വചനമാണ്. ആമേൻ. വേദപുസ്തകത്തിലെ ഓരോ വാക്യങ്ങളും ജീവനുള്ളതാണ്, ജീവനും ചൈതന്യവുമുള്ളതാണ്. അപ്പം നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ വെറുതെ എന്തെങ്കിലും ഒരു എന്നാ പറയുന്നത്, ഒരു അറിവ് കിട്ടാൻ വേണ്ടിയല്ല വായിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കടമ നിർവഹിക്കാൻ വേണ്ടിയല്ല ദൈവവചനം വായിക്കുന്നത്. ദൈവവചനത്തിനകത്ത് ജീവനുണ്ട്. ആ ജീവൻ നമ്മളിലേക്ക് പകരപ്പെടാൻ വേണ്ടി ആ ദൈവവചനം വായിക്കുമ്പോൾ ദൈവവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടാകാൻ വേണ്ടി വേണം നമ്മൾ ദൈവവചനം വായിക്കുവാൻ. കാരണം ആ വചനത്തിനകത്ത് ദൈവത്തിൻ്റെതായ എല്ലാമുണ്ട്. നിങ്ങൾക്കറിയാമോ, ദൈവം എപ്പോഴും മനുഷ്യരോട് സംസാരിക്കാൻ ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്ന മീഡിയ എന്ന് പറഞ്ഞാൽ ദൈവവചനമാണ്. പ്രവചനത്തിലൂടെ ദൈവം സംസാരിക്കും, ദർശനത്തിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സംസാരിക്കും. അങ്ങനെ പല മുഖാന്തരങ്ങളിലൂടെ ദൈവം സംസാരിക്കുമെങ്കിലും ഏറ്റവും പ്രധാനമായി ദൈവം ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതുപോലെ തന്നെയാണ് ദൈവം തൻ്റെ വചനത്തിലൂടെയാണ് നമ്മളോട് എപ്പോഴും ഇടപെടാൻ ആഗ്രഹിക്കുന്നത്. മറ്റ് പല മേഖലകളിലൂടെ ദൈവം ഇടപെടുമെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് ദൈവം ഇടപെടുന്നത് തൻ്റെ വചനത്തിലൂടെ. അപ്പം നമ്മൾ ദൈവവചനത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനയോടിരിക്കണം. ആമേൻ. പരിശുദ്ധാത്മാവാണ് ദൈവവചനത്തിൻ്റെ ഓതർ, എഴുത്തുകാരൻ അല്ലെങ്കിൽ ഉടമസ്ഥൻ പരിശുദ്ധാത്മാവാണ്. അതിനെ വെളിപ്പെടുത്തി തരാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മളെ ഓർമ്മിപ്പിച്ച് തരുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിനാണ്. നമുക്ക് അതിനെ വേണ്ടുന്ന വണ്ണം പഠിപ്പിക്കാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിനാണ്. അപ്പം നമ്മൾ ദൈവവചനം തുറക്കുമ്പോൾ, നമ്മുടെ ദൈനംദിന ധ്യാനത്തിനായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവെ അങ്ങ് എനിക്ക് വെളിപ്പെടുത്തി തരണം, അങ്ങ് എന്നോട് സംസാരിക്കണം, അങ്ങ് എനിക്ക് ആലോചനകളെ തരണം, അങ്ങാണ് എന്നെ പഠിപ്പിക്കാൻ ഏറ്റവും നല്ല ആൾ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ദൈവവചനം നമ്മൾ വായിക്കാൻ തുടങ്ങാൻ. എന്നിട്ട് പരിശുദ്ധാത്മാവിനോട് പറയണം, ഇത് എനിക്ക് മനസ്സിലാക്കിത്ത. കാരണം ഇവിടെ പറയുന്നു, ആമേൻ, നിങ്ങൾക്ക് ആത്മീക വർധനവ് വരുത്താൻ, ബിൽഡപ്പ് ചെയ്യാൻ, ആമേൻ, ആമേൻ, അല്ലെങ്കിൽ നിങ്ങളെ ബലപ്പെടുത്താൻ, നിങ്ങളെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ. അപ്പോൾ ഈ ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ ആത്മീക വർധന ഒരു വീട് പണി പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പദം അവിടെ ഉപയോഗിക്കുക. അപ്പം അത് എന്തിനൊക്കെയാണ് നമ്മളെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും? ക്രിസ്തുവിൽ നമ്മളെ പണിഞ്ഞെടുക്കാൻ ദൈവത്തിൻ്റെ വചനത്തിന് പറ്റും. അതുപോലെ തന്നെ നമ്മളെ റിപ്പയർ ചെയ്യാൻ പറ്റും. ആമേൻ. അതായത് എന്തെങ്കിലുമൊക്കെ ഈ റിപ്പയർ ചെയ്യാത്ത എവിടെയെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതൊക്കെ റിപ്പയർ ചെയ്യുന്ന ആ ഒരു പദമാണ് അടുത്തത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ എൻകറേജ് ചെയ്യാൻ ഉപയോഗിക്കും, നമ്മളെ കറക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കും. നമ്മുടെ അകത്തെ മനുഷ്യനെ, ഹല്ലേലൂയ, സ്തോത്രം, ബലപ്പെടുത്തുവാനും നമ്മൾ തളർന്നിരിക്കുമ്പോൾ നമുക്ക് ബലം നൽകുവാനും ദൈവത്തിൻ്റെ വചനം പ്രയോജനപ്പെടും. അതുപോലെ തന്നെ അവിടെ പറഞ്ഞ വേറൊരു ഭാഗമാണ് വിശുദ്ധന്മാരോടുകൂടിയുള്ള അവകാശം, അതായത് ദൈവിക അവകാശം. ഹല്ലേലൂയ, ആമേൻ. നമുക്ക് ആ ദൈവിക അവകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ നമ്മളെ ഒരുക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ നമ്മൾ ക്രിസ്തുവിൽ ആരാണെന്നും ക്രിസ്തുവിൽ എന്താണെന്നും ക്രിസ്തുവിൽ നമുക്ക് നന്മകൾ എന്തൊക്കെയുണ്ടെന്നും നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ സ്വർഗത്തിൽ ലഭിക്കുന്ന അവകാശം മാത്രമല്ല, നമുക്ക് ഈ ഭൂമിയിൽ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഒക്കെ നൽകുന്ന ആമേൻ കാര്യങ്ങളെല്ലാം എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം. അതുമാത്രമല്ല, നമ്മളെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. വചനത്താൽ നമ്മളെ കഴുകും. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ വചനം വായിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കണം, ഒരു ശുദ്ധീകരണം നമ്മൾ പ്രതീക്ഷിക്കണം. ആമേൻ. അപ്പം ഈ ദിവസങ്ങളിൽ ദൈവവചനം വെറുതെ വായിക്കുന്നവരായി തീരരുത്. ദൈവവചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ, അങ്ങനെ ഈ വചനം പഠിപ്പിക്കണമേ, അങ്ങ് എനിക്കിതിനകത്തൂടെ അവകാശങ്ങളെ തരണമേ, അങ്ങനെ ഇതിലൂടെ ശുദ്ധീകരിക്കണമേ, അങ്ങ് എന്നെ ഇതിലൂടെ പണിഞ്ഞെടുക്കണമേ, അങ്ങ് എന്നെ വചനത്തിലൂടെ റിപ്പയർ ചെയ്യണമേ. ഇതെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ദൈവവചനം ധ്യാനിക്കാൻ. വെറുതെ ദൈവവചനം അങ്ങ് ചുമ്മാ തുറന്നു വെച്ച് അവൻ എന്തെങ്കിലും വായിച്ചു അടച്ചു
അടച്ചു വെക്കുന്ന പരിപാടിയാകല്ലേ. ദൈവവചനം ജീവനുള്ളതാണ്. വചനം തുറക്കുമ്പോൾ ഓർത്തോണം, ദൈവത്തിൻ്റെ ജീവൻ നമ്മളിലേക്ക് പകരപ്പെടുന്ന സമയമാണ്. അതിനകത്ത് നമുക്ക് പല കാര്യങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ സംഭവിക്കും. നമ്മളെ ബിൽഡപ്പ് ചെയ്യും, നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തീകരിക്കും, നമ്മളെ ശുദ്ധീകരിക്കും, നമ്മളെ എൻകറേജ് ചെയ്യും, നമുക്ക് അവകാശങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും, നമ്മളെ അവകാശങ്ങളിലേക്ക് നമ്മളെ പൊസിഷൻ ചെയ്യും. ക്രിസ്തുവിൽ നമ്മൾ ആരാണെന്നുള്ള ബോധ്യം നമുക്ക് തരും. ഇതെല്ലാം ദൈവവചനത്തിലൂടെ അത് ലഭിക്കുന്നത്. ഇതെല്ലാം ആഗ്രഹിച്ചു വേണം ദൈവവചനം വായിക്കാൻ, കേട്ടോ. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ഇനി വചനം വായിക്കുമ്പോൾ വെറുതെ വായിക്കാതെ ദൈവത്തോടുള്ള ഒരു കണ്ടുമുട്ടൽ ഉണ്ടാകുവാൻ ഈ ദൈവവചനത്തിലൂടെ ഇടവരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം വചനം വായിക്കുവാൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.